എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സമൂഹത്തിൽ ചില വിഘടനവാദികൾ വളർന്നു വരുന്നുണ്ട്. അവരെ സ്വയം രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, അഹങ്കാരികൾ. രണ്ട്, അവർ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു പുതിയ പേരാണ് സ്വകാര്യ അഹങ്കാരികൾ. നാം ഇപ്പോൾ എവിടെ നോക്കിയാലും ചില വലിയ വലിയ സദസ്സുകളിൽ പ്രസംഗിക്കുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കുണ്ട്, സ്വകാര്യ അഹങ്കാരം. മുൻപൊക്കെ അഹങ്കാരം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ യുവതലമുറയുടെ കാലഘട്ടത്തിൽ അവർ കണ്ടുപിടിച്ച അവരുടേതായ ഒരു സ്ഥാനപ്പേരാണ് സ്വകാര്യ അഹങ്കാരം. മുൻപൊക്കെ അഹങ്കാരികളെ മാത്രം നാം നേരിട്ടാൽ മതിയായിരുന്നു. സ്വയം ഉണ്ടാകുന്ന ആക്രമണപരമായ ഒരു പ്രവണത, അതിനെ അഹങ്കാരം എന്ന് തന്നെ പറയാം. സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രവണതയെ നാട്ടിൽ ജനങ്ങൾ നേരിട്ട് വരുമ്പോഴാണ് കുറേ കാലമായി സ്വകാര്യ അഹങ്കാരികൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർ പലപ്പോഴും അവരുടെ വാക്കുകളിൽ പ്രകടിപ്പിക്കാറുള്ള ഒരു വാക്കാണ് സ്വകാര്യ അഹങ്കാരം. അതായത് സ്വന്തമായും സ്വകാര്യമായും അവരോടൊത്ത് സ്വാർത്ഥതയോടെ ചേർന്ന് നിൽക്കുന്ന മറ്റ് ചിലരോടും കൂടിയ ഒരു അഹങ്കാരം, ഒരു ആക്രമണോത്സുകത, മറ്റുള്ളവരെ അനുസരിക്കാൻ കഴിയാത്ത, താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സ്വാർത്ഥത, അത് ഈ സ്വകാര്യ അഹങ്കാരത്തിൽ അല്പം കൂടിയിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന എല്ലാത്തരം പ്രവണതകളും ഈ സ്വകാര്യ അഹങ്കാരക്കാരാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. എവിടെ നിന്നൊക്കെയോ കിട്ടിയ ചില സ്ഥാനങ്ങൾ, അതിനെ ദുരുപയോഗം ചെയ്യുക എന്ന് മാത്രമാണ് ഈ സ്വകാര്യ അഹങ്കാരികളുടെ ഒരു നേട്ടം. അവരുടെ നേട്ടത്തിനായി ആ വാക്കുകൾ പലപ്പോഴും പല സദസ്സുകളിലും എല്ലാവരുടെയും മുന്നിലും പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ നാം ഒക്കെ അത് ചിരിച്ചു തള്ളുകയോ അല്ലെങ്കിൽ നാം ഒക്കെ അത് ഒന്നുമല്ല എന്നുള്ള രീതിയിൽ കേട്ട് തള്ളിക്കളഞ്ഞ് പോവുകയാണ് പതിവ്. പക്ഷേ ഇന്ന് കുറ്റകൃത്യങ്ങളിലും നല്ലോണം നടന്നു വരുന്ന ചില സംഘടനാത്മക കാര്യങ്ങളിലും ഒക്കെ ഈ സ്വകാര്യ അഹങ്കാരികൾ അവരുടെ നേട്ടത്തിനായി പല തലമുറയെയും അടിച്ചമർത്തുന്ന ഒരു പ്രവണത നാം കണ്ടുവരുന്നുണ്ട്. അത് കേരള രാഷ്ട്രീയത്തെയും കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ചില സംഘടനകളെയും ഒക്കെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നൊക്കെ നാം വാതോരാതെ സംസാരിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ യഥാർത്ഥ കാരണം ആരും കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു പോയിന്റ്, ഈ സ്വകാര്യ അഹങ്കാരം എന്നുള്ള കുറേ സ്വാർത്ഥ തൽപരരുടെ പ്രവർത്തനം മൂലം ജനങ്ങൾ ഒട്ടൊക്കെ ഒഴിഞ്ഞു മാറി അത് ശതമാനത്തെ ബാധിച്ചു എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയപരമായും സാമൂഹ്യ സാംസ്കാരികപരമായും ഒക്കെ ഈ സ്വകാര്യ അഹങ്കാരികൾ ഇന്ന് വിലസുകയാണ്. അവരുടെ മുന്നിൽ ആരും നല്ലവരല്ല. അവരുടെ മുന്നിൽ ആർക്കും അറിവുള്ളവരല്ല. ഈ സ്വകാര്യ അഹങ്കാരികൾ തന്നെയാണ് ഇന്ന് അറിവുള്ളവർ എന്ന് മേനി നടിച്ചുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ നാം ഒക്കെ അതിനിടയിൽ ചെന്ന് വീണു പോകാറുണ്ട്. പക്ഷേ കനിഷ്ഠതയും വരിഷ്ഠതയും എന്തെന്ന് തിരിച്ചറിയാത്ത ഈ അഹങ്കാരികൾ സ്വകാര്യ അഹങ്കാരികളാവുമ്പോൾ അത് രാജ്യത്തിൻ്റെ, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തന്നെ ചിലപ്പോൾ ബാധിച്ചെന്നിരിക്കാം. നാം കാണാതെ പോകുന്ന ഒരു കുറ്റം, നാം കാണാതെ പോകുന്ന ഒരു സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സ്വകാര്യ അഹങ്കാരത്തിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ പ്രയോക്താക്കൾ ഇന്ന് സമൂഹത്തിൽ തഴച്ചു വളരുന്നുണ്ട്. അവരുടെ ഓരോ വാക്കിലും സ്വകാര്യ അഹങ്കാരം എന്നുള്ള വാക്കുകൾ ചിലപ്പോൾ നിഴലിച്ചു കാണാം അല്ലെങ്കിൽ പ്രതിഫലിച്ചു കാണാം. നാം ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത് വരാൻ പോകുന്ന ഒരു ദുസ്സൂചനയുടെ ഫലമാണെന്ന് വിശ്വസിക്കുക. ഈ സ്വകാര്യ അഹങ്കാരക്കാരെ നിരീക്ഷിച്ചില്ലെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലം അവരുടെ ബാക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അത് അവരുടെ പുതിയ ജീവിതകാലത്തും നടപ്പിലാക്കുവാൻ ഉണ്ട് എന്ന് വേണം കണക്കാക്കാൻ. അതാണ് തെരഞ്ഞെടുപ്പിൽ പോലും ഈ ശതമാനം കുറയാനുള്ള കാലം അല്ലെങ്കിൽ കാര്യം. നമുക്ക് കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണുന്ന ചിലരൊക്കെ ഈ നാട്ടിലുണ്ട്. അവരുടെ കർമ്മ കുശലതയിൽ അവർ ഇതൊക്കെ നോക്കിക്കാണുമ്പോൾ അവർ ചിലപ്പോൾ നിശബ്ദത പാലിച്ചെന്നിരിക്കാം. പക്ഷേ വരാൻ പോകുന്ന ദുസ്സൂചനകളെ അവർ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടാവാം. പക്ഷേ നാം ഇതൊന്നും കാണുന്നില്ല എന്ന് മാത്രം.
നമ്മുടെ നാടിൻ്റെ വരാൻ പോകുന്ന ചില ദുസ്സൂചനകളാണ് ഈ സ്വകാര്യ അഹങ്കാരികൾ കൊണ്ടു നടക്കുന്നത്. മുൻപൊക്കെ നമ്മൾ അഹങ്കാരികളെ മാത്രം നേരിട്ടാൽ മതിയായിരുന്നു. ഇന്ന് നമ്മൾ സ്വകാര്യ അഹങ്കാരികളെയാണ് നേരിടേണ്ടി വരുന്നത്. അഹങ്കാരികൾ പത്തിമടക്കുമ്പോൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, അവർക്കൊക്കെ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി സ്വകാര്യ അഹങ്കാരികളായി വിലസുന്ന ഇവരൊക്കെ ഈ നാടിനെ കുട്ടിച്ചോറാക്കും എന്ന് വ്യക്തം. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ സംഘടനകളിലും ഉണ്ടെന്നുള്ളതാണ് നാം നോക്കിക്കാണേണ്ടത്. വരുന്ന കാലഘട്ടങ്ങളിൽ ഇവരൊക്കെ തഴച്ചു വളർന്ന് മുന്നോട്ട് പോയാൽ നാം സ്വപ്നം കണ്ട ഒരു ഭാരതം, നാം സ്വപ്നം കണ്ട ഒരു കേരളം ഇതൊക്കെ നടപ്പിലായില്ലെന്ന് വരാം. ഒരു ദുസ്സൂചകമായ രാഷ്ട്രീയ സാഹചര്യത്തെ നേരിൽ കൊണ്ടുവരാൻ പണിപ്പെടുമ്പോൾ അതിൻ്റെ പണിപ്പുരയിലുള്ളവർക്ക് നേരിടേണ്ടി വരുന്നത് ഈ സ്വകാര്യ അഹങ്കാരികളെയാണ്. കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് വ്യക്തമാക്കുന്ന ആ പ്രവണതയെ നാം ഇല്ലാതാക്കുക തന്നെ വേണം. മനസ്സിൽ കയറിക്കൂടിയ ആ വാക്ക്, മനസ്സിൽ കയറിക്കൂടിയ ആ അഹങ്കാരം, അത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രയോഗിക്കുമ്പോൾ ഒന്നടങ്കം നഷ്ടമാകുന്നത് നമ്മുടെ സാഹോദര്യത്തെയും നമ്മുടെ സംസ്കാരത്തെയുമാണ്. നമ്മുടെ സംസ്കാരവും നമ്മുടെ ഏകോദര സഹോദര മനോഭാവവും ഒക്കെ വീണ്ടും നമുക്ക് പടർത്തി വലുതാക്കി അതിനെ ഒരു സാംസ്കാരിക തനിമയോടെ നമ്മുടെ കേരളത്തിൻ്റെ ഭരണരംഗങ്ങളിൽ പോലും കൊണ്ടുവരണമെങ്കിൽ ഈ സ്വകാര്യ അഹങ്കാരത്തെ ഇല്ലാതാക്കണം. ഈ വാക്ക് പ്രയോഗിക്കുന്നവരെ തന്നെ നാം മാറ്റി നിർത്തണം. ഇവരൊക്കെയാണ് നമ്മുടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളെയൊക്കെ പല രംഗങ്ങളിലും പിറകോട്ടേക്ക് നയിക്കുന്നത്. ഇതിനുവേണ്ടി പ്രയത്നിക്കുവാൻ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം, ജയ് ശ്രീറാം.